പുതിരെടുക്കും സാധനം നമ്മൾ എക്സ്പീരിയൻസ് അയച്ചു എക്സ്പീരിയൻസിന് ഇത്രയും സാധനങ്ങൾ വേണം. ഈ ഗ്ലാസ് പാട്ട് നിറച്ച് വെള്ളം കിട്ടുക. ആക്ച്വലി തുള്ളി നമുക്ക് തുള്ളി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാ ഈ വെള്ളത്തിൽ നമുക്കൊരു എക്സ്പീരിയൻസ് ആക്കി. ഈ മഞ്ഞൾപ്പൊടി നല്ല മണ്ണുള്ള മഞ്ഞൾപ്പൊടി കയറാൻ പറ്റില്ല. നമുക്കിനി ഇതാ ഈ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ഇത് മഞ്ഞൾ വെള്ളമായി കിട്ടും. നേരം നോക്കാം. ഇതാ ഒരു സാധനമില്ല. നമ്മൾ ഇങ്ങനെ കലക്കി കൊടുക്കുക. അതാക്കണ മഞ്ഞൾ വെള്ളം. ഇതിപ്പോ ഇങ്ങനത്തെ വെള്ളാക്കി. ഇനി എന്ത് കഴിഞ്ഞു? ഇതിക്ക് നാരങ്ങ ഒഴിച്ചിട്ടതോ അല്ലേ? ഇത് ചേർത്തിട്ടാ തോന്നുന്നു. സോപ്പും പൊടി കുറച്ചൊക്കെ നന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇങ്ങനെ കലക്കി കൊടുക്കുമ്പോൾ വളവും കുറച്ചുകൂടി ഇട്ടു ഹെയറായിട്ട് വളവുന്നവരെ. അല്ല റെഡായി. റെഡന്നെ നമ്മൾ ഈ നാരങ്ങ വെള്ളം തീക്കൊഴിച്ചാൽ ശരിക്കും മഞ്ഞ വളവ്. നമുക്ക് ഇതും കൂടി കൊടുക്കാം. രണ്ടാണ് നമ്മൾ എടുത്തോളൂ. ഇതൊപ്പം നമുക്ക് പിന്നിട്ട് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് കളിക്കി വെക്കാം. യൂട്യൂബിൽ നോക്കി പഠിച്ചതാട്ടോ. ഞാൻ കരുതിയത് വർക്കൗട്ടൊന്നും ആവില്ലാന്ന്. ഓക്കെ, ഇനി നമുക്ക് ഇതിക്കന്നെ കുറച്ച് ഇതും കൂടി ഇട്ട് വെക്കാം. നമുക്കത് നോക്കി വെക്കാം എന്താവുക. വീണ്ടും റെഡ് കളറാവുമോ നോക്കാം. റെഡ് കളറാവുമോ? ഇതോടെ മുറിയുണ്ട് കേട്ടോ. ഇതായി കുറച്ചൊക്കെ റെഡായി വരുന്നുണ്ട്. ഇതാക്കിയപ്പോൾ മഞ്ഞ വെള്ളമായി കിട്ടി. നമുക്ക് ഈ വീഡിയോ നമുക്ക് ആക്കി കിട്ടുന്നതായിരിക്കും. നമുക്ക് ഈ വീഡിയോ അല്ലാതെ വേറെ വെള്ളം വേണ്ടി കിട്ടുന്നുണ്ട്. റെഡ് കൊണ്ട് മിക്സായോ? ഇത് റെഡ് കളറും കൊണ്ടില്ലല്ലോ. ഇതിക്കാക്കുമ്പോ ഏത് റെഡ് ആക്കരം? ഇതാക്കുമ്പോക്ക് ഇതിന് ചുവപ്പാണ് പറയുന്നത്. ഓക്കെ, ഇത്ര വീഡിയോ ഉള്ളൂ. ഇനി വീഡിയോ അയച്ചു തരും. അതും വരയ്ക്കണം. ബൈ ബൈ.